മനു ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി നമ്മൾ വന്നിട്ട്? നീ അവനെ ഒന്ന് വിളിച്ചു നോക്കി. നേരത്തെ കോള് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ എടുക്കുന്നില്ല. അവനിതുവരെ വന്നില്ലേ? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കാം. ആ വെച്ചു. വീട്ടിൽ വരും, വീട്ടിൽ വരും. ഹെൽമെറ്റ് ഇല്ലാതെ കാലത്ത് എവിടെ നിന്നാടോ? സാറേ പണിക്ക് പോയ സാർ. കൊള്ളാലോ. സാറേ തന്റെ ഹെൽമെറ്റ് എന്തേടോ? സാറേ അപ്പുറത്താ സാറേ പണി, വീട് ഇവിടെ അടുത്താ. ഭക്ഷണം കഴിക്കാൻ പോകും സാറേ. നന്നായി, സാറിന്റെ അടുത്തേ ചെല്ല്, ഫൈൻ അടച്ചിട്ട് പോക്കോ. എന്റെ പൊന്ന് സാറേ ചതിക്കല്ലേ, കുറെ നാള് പണിയില്ലാതിരുന്നിട്ട് ഇന്ന് കിട്ടിയൊരു പണിയാ സാറേ. സാറ് പറയട്ടെ സാറേ, ഫൈൻ അടിക്കല്ലേ സാറേ. ഡോ സാർ പറഞ്ഞു വിടറോ. ഡാ ഇനി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാ അറിയാലോ എന്റെ സ്വഭാവം. ആ പോ. സാറേ ഒരു 500 പോയത്. എവിടെ പോയതാടോ? എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് സാറേ, മ്യൂസിക് ബാൻഡ് പ്രാക്ടീസിന് പോയതാ. ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. എന്താടോ ഈ ബാഗില്? അതൊക്കെ നോട്ട്സും ബുക്സും സാറേ. ആ ബുക്കും പേപ്പറും സാറിനെ കാണിച്ചിട്ടേ പോക്കോ. ആ ശരി സാർ. ആ ബാഗ് ഇവിടെ വെച്ചിട്ട് പൊക്കോടോ. മത്സരം ശരിയാക്കണം, മനസ്സിലായോ? ആ സാറ് പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സ് സാറിനെ ഒന്ന് കാണിക്കാൻ. എന്താ അയാളുടെ പേര്? മനു. എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് സാർ. ഈ ഹെൽമെറ്റ് എപ്പോഴും തലേ തന്നെയാണോ? ഊരത്തില്ലേ? ഊരം സാർ. ഇവിടെ വണ്ടി നമ്പർ നന്നായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേ. നോക്കാം. ആ നീ ഇതെവിടെ പോയതാ? ഞാനത് പപ്പ ഫ്രണ്ട്സിന്റെ അവിടെ. സാറേ പ്രകൃതിയുടെ ആളാ, വലിയ പുള്ളിയാ. സാറിന്റെ മോനായിരുന്നു. ആരുടെയാടാ ഈ വണ്ടി? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പപ്പ. എടാ നിനക്കിത് എവിടുന്നാ കിട്ടിയേ? എൻ്റെ ഒരു ഫ്രണ്ട് അത് പിള്ളേരല്ലേ സാറേ? പോട്ടെ സാറേ. സാറേ സാറ് വിഷമിക്കണ്ട, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നീ എന്നാ പണിയാ മോനെ കാണിച്ചേ? പപ്പയുടെ പൊസിഷനെങ്കിലും നീ ഓർക്കണ്ടേ? ഞാൻ പപ്പയോട് പറഞ്ഞോളാം. എടാ മോനെ, ഇതിപ്പോ നീ ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ ഏതെങ്കിലും പോലീസുകാരുടെ കയ്യിലാണെങ്കിൽ അവര് റിപ്പോർട്ട് ചെയ്യും, നീ അകത്ത് പോവും, നിന്റെ ഭാവി തൊലഞ്ഞു പോവും. അറിയാവോ? പോകോ സാരല്ല. പിന്നൊരു കാര്യം, മേലാൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. പോകോ. ഡാ ഇതവനായിരിക്കും, നീ കത്തിക്ക്. എന്താടാ അനക്കൊന്നുമില്ലല്ലോ, അടിച്ചു പറഞ്ഞിരിക്കുകയാണ് എല്ലാരും.
ഇങ്ങേടാ. എൻ്റെ ആളി നീ ഇതെവിടെയാണ്? ഞങ്ങൾ എത്ര നേരമായി വന്നിട്ട്? ഒന്നും പറയണ്ട അളിയാ, ഇന്നത്തോടെ എല്ലാം തീർന്നേ. എന്തു പറ്റി? വരുന്ന വഴിക്കേ എന്നെ പോലീസ് നോക്കി. പോലീസ് നോക്കിയെന്നു? അളിയ, നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. വെറും പോലീസല്ല, സാക്ഷാൽ SI ബെഞ്ചമിൻ, എൻ്റെ അപ്പൻ. എന്നിട്ട് എടാ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മുടെ സാധനം നമ്മുടെ കൈ കിട്ടി. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ആ ടീമിൽ എന്നെ അറിയാവുന്നൊരു പോലീസുകാരനുണ്ടായിരുന്നു. അപ്പനുള്ളത് ഇല്ലാത്ത എല്ലാം കണക്കാന്ന്. പുള്ളിക്കാരൻ ചുമ്മാ ആദർശം കെട്ടി പിടിച്ചോണ്ടിരിക്കും. ഞാൻ പിന്നെ ബെസ്റ്റ് ആക്ടർ ആയതുകൊണ്ട് ആ കോൺസ്റ്റബിൾ എന്നെ ഫ്ലാറ്റ് ആക്കി. എന്നിട്ടോ? പുള്ളി ഇടപെട്ടു, അപ്പനെ നൈസായിട്ട് ഒതുക്കി. ഞാനിങ്ങൂരി പോന്നു. അല്ലെങ്കിലും ഇങ്ങനെ കുറച്ച് നന്മാരങ്ങളുള്ളതുകൊണ്ടാ നമ്മളൊക്കെ പച്ച പിടിച്ചു പോന്നെ. പൂത്തിരിക്കുകയാണല്ലോ. എടാ മോനെ, കത്തിക്കടാ. എവിടെ നടത്തി കത്തിക്കാനാ? ഉള്ളത് തീർന്നു. ആകെ പ്രതീക്ഷ ഇവനിലായിരുന്നു. മുടിയാനായിട്ട് പോലീസുകാരെ എടുത്തോളൂ. എന്തൊരു ചിരിയാടാ ഇത്. നോക്കട്ടെ, ഒരു ചെറിയ സാധനം സെറ്റ് വെച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മിനിക്ക. ഇതേ ഫോൺ ഇതെങ്ങനെ? ഞാൻ വെച്ചതാ. ഞാൻ പറഞ്ഞിട്ടേ ദേ ഈ സാറ് വെച്ചതാ. ഒറ്റ ഒരെണ്ണാണെങ്കിൽ പോരുത്. ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ഞങ്ങൾ വളഞ്ഞിരിക്കുക. കേട്ടോടാ, ആരെങ്കിലും ഓടാൻ ശ്രമിച്ചാൽ നല്ല ഇടി കിട്ടും. ഇവിടെ വാടാ. പപ്പ, പപ്പയും മോനും ഒക്കെ അങ്ങ് വീട്ടില്. നിന്നെ പലവട്ടം ഞാൻ സ്നേഹിച്ചു, വല്ലാതെ ഉപദേശിച്ചു. നീ കേട്ടില്ല. നിന്റെ മമ്മി കരഞ്ഞു നിന്നോട് പറഞ്ഞു. അപ്പോഴും നിനക്ക് വലുത് ഈ നശിച്ച മരുന്നും കൂട്ടിയിട്ടുമായിരുന്നു. രാവിലെ നിന്നെ പിടിച്ചപ്പോ വെറുതെ വിട്ടതേ, ഞങ്ങൾക്ക് നിന്നെ മാത്രം പോരായിരുന്നു. ദേ ഈ നിൽക്കുന്ന കുഞ്ഞാടുകളെ കൂടി വേണമായിരുന്നു, വേര് സഹിതം പറിച്ചു കളയാൻ. മനസ്സിലായോ? ഇപ്പൊ എന്റെ പൊന്നുമോൻ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഈ കാലമാടന്മാരിവിടെ വന്നു എന്നല്ലേ. രാവിലെ നിന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോഴേ ദേ ഈ നിൽക്കുന്ന സാറ് നിന്റെ ബാഗിൽ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. അത് ട്രാക്ക് ചെയ്തിട്ടാടാ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ പോവല്ലേ? ഇനി കുറ്റസമ്മതവും പാട്ട് കച്ചേരിയൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടിച്ച് കേട്ടോടാ. അതിന് ആവേശത്തിന്റെ നാളുകൾ, അതാണ് യൗവനകാലം. അഴിച്ചുവിട്ട ഒരു കുതിരയെ കണക്ക് ലക്ഷ്യമില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കും. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നിങ്ങൾ ആരുടെയെങ്കിലും അറവുമാടുകളായി തീരാൻ.